അത്യാവശ്യം ഇതുപോലെ തിരക്കിൽ ഞാൻ ഇതുവരെ പെട്ടിട്ടില്ല. നല്ല തിരക്കാണ്. വില കാഴ്ചയിൽ പൊട്ടിക്കും തീർക്കും പറഞ്ഞാൽ തീർത്തിരിക്കും. വേലകളുടെ വേലയായിട്ടുള്ള നെന്മാറ വേലയ്ക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. പാലക്കാടിൻ്റെ ചൂട് ഒരു രക്ഷയില്ല. തളർത്തുന്ന ചൂടാണ് കേട്ടോ. 3 ലിറ്റർ വെള്ളം, കയ്യിൽ കുറച്ച് പഴമൊക്കെ കരുതിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കയ്യിൽ സ്ലീവ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, ഭയങ്കര വെയിലാണ്. പിന്നെ വേലേനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പാടമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര തിരക്ക് കുറവാണ്, ആൾക്കാരൊക്കെ കുറവാണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം, ഇപ്പോൾ ഒരു 11 മണിയായി കാണും, ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരിക്കും. വേലയ്ക്ക് വന്നിട്ടുള്ളവർക്കറിയാം. എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ ഫുൾ എല്ലാം കാണാൻ വേണ്ടിയിട്ടും വെടിക്കെട്ടും അതുപോലെ നമ്മുടെ കൊട്ടും മേളവും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം അത് കണ്ടിട്ടേ പോവുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേ നിങ്ങൾ വേലയ്ക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. രാവിലെ 10 മണിക്കാണ് ഞാൻ നെല്ലികുളങ്ങര ക്ഷേത്രത്തിലെത്തിയത്. അമ്പലത്തിൽ കയറി ഞാനൊന്ന് പ്രാർത്ഥിച്ചു. രാവിലെ തന്നെ തിരക്കായിരുന്നു. അമ്പലത്തിന്റെ തൊട്ടു മുന്നിലായി ഒരു ക്ഷേത്രക്കുളം കാണാം. വളരെ മനോഹരമായ ക്ഷേത്രക്കുളം. അമ്പലത്തിൽ നിന്നിറങ്ങി ഞാൻ പോയത് നേരെ വെടിപ്പറമ്പിലേക്കാണ്. വേലയുടെ ഹൈലൈറ്റ് 2 ദേശക്കാർ നടത്തുന്ന വെടിക്കെട്ടാണ്. നെന്മാറ ദേശവും വല്ലങ്കി ദേശവും. അമ്പലത്തിന്റെ എതിർവശത്തായിട്ടുള്ള പാടത്താണ് എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നത്. വേലയ്ക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ചും ദൂരെ നിന്ന് വരുന്നവർ നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക. ബസ്സിലാണോ വരുന്നതെങ്കിൽ ബുദ്ധിമുട്ടാകും. നേരത്തെ തന്നെ ഇവിടെയുള്ള റോഡെല്ലാം ക്ലോസ് ചെയ്യും. 2 ദേശക്കാരുടെയും പന്തലുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പന്തലിന്റെ ഫ്രണ്ടിലാണ് കുടമാറ്റമൊക്കെ നടക്കുന്നത്. പാടത്തിന് ചുറ്റും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് വെടിക്കെട്ട് കാണാൻ സാധിക്കൂ. ഞാൻ ആദ്യമായാണ് നെന്മാറ വേലയ്ക്ക് വരുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടുകളിൽ ഒന്നാണ് നെന്മാറ വല്ലങ്കി വെടിക്കെട്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് പരിപാടികൾ തുടങ്ങുന്നതെങ്കിലും ഗതാഗത നിയന്ത്രണം ഉള്ളതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാനിവിടെ എത്തിയത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആവശ്യത്തിന് പണം കയ്യിൽ കരുതുക എന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം ഇവിടെ റേഞ്ച് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ നടക്കില്ല. ആവശ്യത്തിന് വെള്ളം കയ്യിൽ കരുതുന്നതും നല്ലതാണ്. അപ്പോൾ വല്ലങ്കി ദേശത്തിന്റെ അവിടെ ആനകളൊക്കെ നിരന്ന് മേളം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഞാനിപ്പോൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നോക്കിയപ്പോൾ സാറുമാർ പറഞ്ഞു എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല, കാരണം കറക്റ്റായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. എല്ലാ ആൾക്കാരും അവർ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളാരെ അങ്ങോട്ട് കടത്തി വിടത്തില്ല. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലേ നമുക്കിത് ഭംഗിയായിട്ട് തീർക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഭവം. 4 സൈഡും ബാരിക്കേഡ് വെച്ചിട്ട് ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവസാനം നമ്മുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയാണ് സേഫായിട്ട് വീട്ടിൽ പോകാന്നുള്ളത്. വേറെ ആരും വന്നൊന്നും പറഞ്ഞു തരത്തൊന്നുമില്ല കേട്ടോ. എല്ലാവരും ബാരിക്കേഡിന് പുറത്താണ്. ബാരിക്കേഡിന് അകത്തായിട്ട് ആരും തന്നെ ഇല്ല. ഇപ്പോൾ കുറേ പേരെ കൂടെ ഇനി അകത്ത് കയറ്റാനുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ എന്തായാലും മാറ്റുന്നതാണ് ഗൈസ്. ഉറപ്പായിട്ടും മാറ്റിയിട്ട് നമ്മളിപ്പോൾ ബാരിക്കേഡിന് അകത്തായിരിക്കും നമുക്ക് നിൽക്കാൻ പറ്റുക. കാരണം അത്രയ്ക്ക് സാധനങ്ങളാണ് ഇവിടെ നിറച്ച് വെച്ചിരിക്കുന്നത്. ഇത് പൊട്ടുന്ന സമയത്ത് സ്ഫോടനം തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊന്നും നിൽക്കാനും പറ്റത്തില്ല. മലിൻ്റെ സൈഡിലുള്ളത് മറ്റേ നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ടാണ്.
ഈ ഭാഗത്ത് കാണുന്നത് ഈ ഇതിൽ കാണുന്നത് വല്ലിങ്ങി ദേശത്തിന്റെ വെടിക്കെട്ടാണ്. ഇപ്രാവശ്യം ഈ 2 വർഷം നമ്മൾ ഇത്തിരി ക്ഷീണം ബാധിച്ചതുകൊണ്ട്, പക്ഷെ ഇപ്രാവശ്യം കത്തിക്കും പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം മഴ ഉണ്ടായിരുന്നല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു മഴയുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ വർഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതിന്റെ പകരവും പലിശയും കൂട്ടുപലിശയും ചേർത്ത് പൊട്ടിച്ചിരിക്കും. അത് അങ്ങനെയാണ് ഇപ്രാവശ്യം. നെന്മാറ വല്ലിങ്ങി നെന്മാറ വല്ലെങ്കിൽ വേലട ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ വന്ന് കാണാൻ വന്ന് ആസ്വദിച്ചിട്ട് പോകണം എന്നുള്ളതാണ് നമ്മളുടെ നെന്മാറ വല്ലിങ്ങി ദേശക്കാരൻ്റെ, നമ്മളെ വല്ലിങ്ങി ദേശക്കാരനാണ്, എന്നാലും നെന്മാറ വല്ലിങ്ങി ദേശക്കാരുടെ ആഗ്രഹം അതാണ്. എല്ലാവരെയും ബാരിക്കേഡിനുള്ളിലാക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പകൽ വെടിക്കെട്ടിനായിട്ട്. കണ്ണടച്ച് തുറക്കും മുന്നെയാണ് ആൾക്കാർ കൂടിയത്. കുട്ടികളുമായിട്ട് വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തിരക്കിനിടയിൽ വരരുത് തന്നെ എനിക്ക് അവരോട് പറയാനുള്ളൂ. എത്ര വില ആവശ്യം പൊട്ടിക്കും തീർക്കും പറഞ്ഞാൽ തീർത്തിരിക്കും. ഇതുപോലെ പെട്ടിട്ടില്ല. നിന്ന് തിരിയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലേ ഇപ്പൊ. ഇപ്പൊ ഏകദേശം ഒരു 1.5-2 മണിക്കൂറായിട്ട് നിൽക്കുവാണ്. ഇത്ര പോലീസുകാരെ മാക്സിമം നോക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ജനങ്ങളാണ്. അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പല മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറെ ആൾക്കാർ ഈ സൈഡിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എന്താണ് അപകടങ്ങളൊന്നും ഉണ്ടാവാതെ സേഫ് ആയിട്ട് വീടെത്തിയാൽ മതി എല്ലാവരും കേട്ടോ. എന്റെ കാര്യം അല്ല, എല്ലാവരും ഇതാണ് ഇവിടുത്തെ തിരക്ക്. മാത്രമല്ല ഇപ്പൊ ചെറിയൊരു മഴക്കോളിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം കുളമാവും. രക്ഷയില്ല, മഴയാണ്. ഒരു ഭാഗത്ത് അടിയോടടി, ഒരു ഭാഗത്ത് ഡാൻസ്, ഒരു ഭാഗത്ത് പാട്ട്, കംപ്ലീറ്റ് വൈബാണ് ഗൈസ്. മഴ ആയതുകൊണ്ട് തന്നെ പകൽ വെടിക്കെട്ട് നേരത്തെ പൊട്ടിച്ചു. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായി ഗൈസ്. 2026 നെന്മാറ വല്ലങ്കി പകൽ വെടിക്കെട്ട് ഇതാ കണ്ടോളൂ.
എക്സ്പെക്ട് ചെയ്ത അത്ര ഒന്നുമില്ല 4500 പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണെന്ന് പോലും അറിയില്ല. കാവശ്ശേരിയാണ് കളിച്ചത്. ഷോക്കായിരുന്നു. രാവിലെ നല്ല രീതിയിൽ പൊട്ടിക്കുന്ന നമ്മുടെ വിശ്വാസം. എന്താ അഭിപ്രായം? നാളെ കാത്തിരിച്ച് എന്നാണ് നമ്മൾ നേരിട്ട് കണ്ടറിയണം. നമ്മൾ കണ്ടിട്ടേ പോലും. നാളെ കണ്ടിട്ടേ പോകും. അടിപൊളിയല്ലേ? എന്തായാലും മഴയത്തൊക്കെ ഇത്രയും പേര് നിൽക്കാന്ന് പറഞ്ഞാലേ വലിയൊരു ആഘോഷമാണ്. നമ്മൾ പയ്യന്നൂർക്ക് വരുന്നതാണ്. വളരെ സന്തോഷം. പ്രതീക്ഷിച്ച അത്രയ്ക്കില്ല. കഴിഞ്ഞ തവണ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ തവണ സൂപ്പറായിരുന്നു. ഭയങ്കര 2026 നെന്മാറ വല്ലങ്കി വേലയും വെടിക്കെട്ടും ഇവിടെ അവസാനിക്കുന്നു. ഇത്തവണ നെന്മാറയാണോ അതോ കാവശ്ശേരിയാണോ വെടിക്കെട്ട് തൂക്കിയതെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.